ഹായ് ഫ്രണ്ട്സ്, സാംസങ് വാവേ കോമ്പറ്റീഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡാണ് സാംസങ്. തൊട്ട് താഴെ രണ്ടാമത്തെ ബ്രാൻഡായിട്ട് വാവേ നിൽക്കുന്നുണ്ട്. ഈ ബ്രാൻഡുകൾ തമ്മിൽ നല്ല കോമ്പറ്റീഷനാണ്. സാംസങ് കുറച്ചധികം ഡിസ്പ്ലേ ടെക്നോളജികളും പുതിയൊരു ഫോണൊക്കെ അടുത്ത വർഷങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഒരുപാട് ഫോണുകളിലേക്ക് പല രീതിയിലുള്ള ഡിസ്പ്ലേ ടെക്നോളജികൾ അവർ കഴിഞ്ഞ ഡെവലപ്പർ കോൺഫറൻസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെ വാവേ എങ്ങനെയായിരിക്കും നേരിടുക? കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് കാണാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഫോണുകളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡാണ് സാംസങ് എന്ന് നമുക്കറിയാം. തൊട്ട് താഴെ വാവേ നിൽക്കുന്നുണ്ട്. സാംസങ് കഴിഞ്ഞ അവരുടെ ഡെവലപ്പർ കോൺഫറൻസിൽ 2-3 ഡിസ്പ്ലേ ടെക്നോളജികളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. യു ഡിസ്പ്ലേ, ഇൻഫിനിറ്റി യു, ഇൻഫിനിറ്റി വി, ഇൻഫിനിറ്റി ഒ, ദ ന്യൂ ഇൻഫിനിറ്റി. 4 ഡിസ്പ്ലേകളാണ് സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത്. സംഭവം ഇതാണ്. യു എന്ന് പറഞ്ഞാൽ നോച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഈ യു വി എന്നൊക്കെ പറയുന്നത് നോച്ചിനെയാണ് ഉദ്ദേശിക്കുന്നത്. യു ഡിസ്പ്ലേ, വിവോ V11 പ്രോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ വലിയ യു നോച്ച്, യു ടൈപ്പിലുള്ള നോച്ച്, അതിൻ്റെ ക്ലിയർ കട്ടായിട്ട് യു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതാണ് യു നോച്ച്. എസെൻഷ്യൽ ഫോണിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും ഈ യു നോച്ച് എന്ന് പറയുന്നത്. വി നോച്ച് എന്ന് പറയുന്നത് നമ്മൾ റിയൽമി 2 Pro പറയുമ്പോൾ ഡ്യൂ ഡ്രോപ്പ് നോച്ച് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ആ ഒരു വി ഷേപ്പിലുള്ള ഒരു നോച്ച്. പക്ഷെ അവിടേക്ക് വരുമ്പോൾ സാംസങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷാർപ്പായ വി പോലെ ആയിരിക്കും നിൽക്കുക. നിങ്ങളുടെ എക്സാമ്പിൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വി നോച്ച്. പിന്നെ ഒ നോച്ച്. ഒ എന്ന് പറഞ്ഞാൽ ഈ നോച്ച് എന്ന് പറയുന്നത് മുകളിൽ ബോർഡറുമായി ടച്ച് ചെയ്യാതെ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റൗണ്ട്. ആ റൗണ്ട് ഡിസ്പ്ലേയിൽ ഒരു ഹോളാണ്. ആ ഹോളിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് ഒ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒ ഡിസ്പ്ലേ, ഇൻഫിനിറ്റി ഒ എന്ന് പറയുന്നത്. ദ ന്യൂ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബെസൽലെസ് ആയ ഒരു നോച്ചൊന്നും ഇല്ലാത്ത കംപ്ലീറ്റ് നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ തരുന്ന ഒരു നല്ല ഡിസ്പ്ലേ ടെക്നോളജി. അത് ഹൈ എൻഡ് ഫോണുകൾക്ക് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഹൈ എൻഡ് ഫോണുകളിൽ ആ നോച്ച്ലെസ് ആയ സംഭവം പ്രതീക്ഷിച്ചാൽ മതി. ഈ ഇൻഫിനിറ്റി ഒ എന്ന് പറയുന്ന ഡിസ്പ്ലേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊരു ഫോൺ സാംസങ് ഈ 2019 ആദ്യ ഭാഗത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് A8s ആണ്. ഈ A8s എന്ന് കൺഫേം ആയിട്ട് പേരല്ലേ, നമുക്ക് റൂമേഴ്സിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ റൂമേഴ്സ് ആണ്. അപ്പോൾ A8s എന്ന് പറയുന്ന ആ ഫോണിലാണ് ഇൻഫിനിറ്റി ഒ എന്ന ടെക്നോളജി, പുതിയൊരു ടെക്നോളജി അവതരിപ്പിച്ച് സാംസങ് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പുതിയ രീതിയിലുള്ള ടെക്നോളജി, അതിന് കുറച്ച് സെയിലും കാര്യങ്ങൾ കിട്ടും. ഓൾറെഡി ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡാണ്. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് സെയിലും കിട്ടും. അപ്പോൾ അതാണ് ഈ ഒരു പുതിയ ടെക്നോളജിയുടെ വരവ്. ഈ ഒരു സംഭവത്തെ വാവേ നേരിടുന്നത് പുതിയൊരു രീതിയിലാണ്. അവർ കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന ഒരു ഇവന്റിൽ ഒരു ഫോൺ, ആ ഇവന്റുമായി ബന്ധമില്ലാത്ത മറ്റൊരു പ്രൊഡക്റ്റ് ഉയർത്തി കാണിച്ചിരിക്കുകയാണ്. ആ പ്രൊഡക്റ്റിന്റെ പിക്ചർ നമുക്ക് ഇവിടെ കാണാം. ഐസ് യൂണിവേഴ്സ് ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒ ഡിസ്പ്ലേ ടെക്നോളജി തന്നെയാണ്. അതായത് സ്ക്രീനിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു ഹോള്, ആ ഹോളിൽ ക്യാമറ. ഈ ഒരു സംഭവം സാംസങ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടെക്നോളജി അവർക്ക് മുൻപേ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് വാവേ മാർക്കറ്റ് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഓൾറെഡി ഫോൾഡബിൾ സ്മാർട്ട് ഫോണൊക്കെ സാംസങ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് അറിയുന്നുണ്ട്. അതിനു മുമ്പേ ആ ടെക്നോളജി അവതരിപ്പിക്കുന്ന വാവേ പറയുന്നുണ്ട്. ഇപ്പോൾ ഒ ഡിസ്പ്ലേയുടെ കാര്യത്തിലും അവർക്ക് മുമ്പേ അത് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വാവേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാംസങ്ങിന്റെ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വാവേ ഉയരാനുള്ള സാധ്യത നമുക്കിവിടെ കാണാം. അതായത് അത് അങ്ങനെ പറയാൻ കാരണം ഇതാണ്. സാംസങ് ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഭവം അവർക്ക് മുൻപേ വാവേ ഇറക്കുകയാണെങ്കിൽ, മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സെയില്, ആ ഒരു പുതിയ ടെക്നോളജിയുടെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു സെയില് വാവയ്ക്ക് കിട്ടും. അപ്പോൾ വാവയുടെ സെയിൽ അവിടെ കൂടും. ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സാംസങ് ഇറക്കുന്നതിന് മുൻപേ ഈ ഫോൾഡബിൾ ടെക്നോളജി ഇറക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും സാംസങ് അത് ഇറക്കുന്നതിന് മുൻപേ വാവേ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു മുൻപേ ഇറക്കാനും പോകുന്നത്. ഇങ്ങനെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഈ ഒരു ടെക്നോളജിയോട് ഇഷ്ടം കൊണ്ടുള്ളവരും വാങ്ങിക്കുന്നത് ആദ്യം ഈ വാവേ ഫോണുകൾ തന്നെയായിരിക്കും. ഓൾറെഡി ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ് തൊട്ട് താഴെ നിൽക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് വാങ്ങിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വാങ്ങിക്കുക, അങ്ങനെ ഒരു മാർക്കറ്റിൽ വലിയൊരു സെയിൽ പിടിച്ചെടുക്കാൻ ഈ കമ്പനിക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഓൾറെഡി എല്ലാ കമ്പനികളും നടത്തുന്ന ശ്രമം ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ് എന്ന ലെവലിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അതിലേക്കുള്ള 2 തന്ത്രങ്ങളാണ് വാവയുടെ ഈ പറയുന്ന മുൻപേ ഇറക്കൽ. സാംസങ് ഇറക്കുന്ന ആ ടെക്നോളജി അവർക്ക് മുൻപേ ഇറക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ടെക് ലോകം ഈ ഒരു രീതിയെ, ഈ ഒരു മൂവ്മെന്റിനെ നോക്കിക്കാണുന്നത്. സാംസങ്ങിന്റെ മുകളിലേക്ക് പറക്കാനുള്ള വാവയുടെ ഒരു ശ്രമം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ശ്രമം തന്നെയാണ്. ഇത് ഒരു കോമ്പറ്റീഷൻ നല്ലവണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ബെനിഫിറ്റുകളും ഉണ്ടാവും പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ. അപ്പോൾ നല്ലൊരു ടെക്നോളജി ഇവർ അവതരിപ്പിക്കുന്നു, സാംസങ്ങിനെ കോമ്പീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നല്ല വിഷയം തന്നെയാണ്.
ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ ചാനലുകൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വാവെ സാംസങ്ങിനെ കോപ്പി അടിക്കുകയാണ്. സാംസങ് ഫോൾഡബിൾ ഇറക്കുന്നു, അതിന് മുൻപേ വാവെ അത് മനസ്സിലാക്കി വാവെ ഫോൾഡബിൾ ഇറക്കുന്നു. ഇപ്പോൾ വീണ്ടും സാംസങ് ഓ ഡിസ്പ്ലേ എടുക്കുന്നു, ഉടനെ തന്നെ അവർക്ക് മുൻപേ ഈ ഓ ഡിസ്പ്ലേ അവതരിപ്പിച്ചുകൊണ്ട് വാവെ കൈയ്യടി നേടി മുൻപോട്ട് വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റിയലി പുതിയതായിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം സാംസങ് ചെയ്യുന്നതിനെ കോപ്പി ചെയ്ത് അവർക്ക് മുൻപേ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന വാവയുടെ രീതിയെ കോപ്പി അടിക്കുന്ന ടീം എന്ന രീതിയിൽ പല ചാനലുകളും നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേയുടെ കാര്യമൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ പറയുന്നത് കാണാം. സാംസങ്ങിനെ വാവെ കോപ്പി അടിക്കുകയാണ്. ശരിയാണോ? വാവെ സാംസങ്ങിനെ കോപ്പി അടിക്കുക തന്നെയാണോ ചെയ്യുന്നത്? ഒരു തരത്തിൽ നോക്കിയാൽ ഒരു പരിധി വരെ ശരിയാണെന്ന് നമുക്ക് തോന്നും. കാരണം സാംസങ് അവതരിപ്പിക്കുന്ന ഒരു ടെക്നോളജി അവർക്ക് മുൻപേ അത് കണ്ടുകൊണ്ട് ഇറക്കുക എന്ന് പറയുന്നത് കോപ്പി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒരു ടെക്നോളജി, ഒരു ഡിസ്പ്ലേ ടെക്നോളജി വരുമ്പോൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പകർത്തുക എന്ന് പറയുന്നത് അത്ര വലിയൊരു കോപ്പി തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നോച്ച് ഡിസൈനൊക്കെ വന്നിട്ട് കുറേ നാളായി, ഒരുപാട് പേര് ഉപയോഗിക്കുന്നു. സാംസങ് ഇപ്പോൾ നോച്ചിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ സാംസങ് കോപ്പി അടിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. ഡിസൈനുകൾ മാറുന്നതിനനുസരിച്ച് എല്ലാ ബ്രാൻഡുകളും അവരുടെ ഡിസൈനിൽ കാര്യമായ ചേഞ്ചുകളൊക്കെ വരുത്തണം. എങ്കിൽ തന്നെയാണ് കോമ്പറ്റീഷൻ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാംസങ് ആ രീതി തന്നെയാണ് ചെയ്യുന്നത്. സാംസങ്ങിന് മുൻപേ സാംസങ്ങിൻ്റെ കുറേ ഡിസൈനുകളും കാര്യങ്ങളും വാവയും അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു കോപ്പി അടി എന്ന രീതിയിൽ നോക്കി കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു അളവ് വരെ അങ്ങനെ തോന്നാമെങ്കിലും നല്ലൊരു കോമ്പറ്റീഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഈ പറയുന്ന കോമ്പറ്റീഷനിലേക്ക് ഗാലക്സി A8s ഓ ഡിസ്പ്ലേയുമായിട്ട് വരുമ്പോൾ അതിൽ സ്നാപ്ഡ്രാഗൺ 710 3400 mAh ബാറ്ററിയും ട്രിപ്പിൾ ക്യാമറയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതിനെ കോമ്പറ്റ് ചെയ്യാൻ വാവെ ഇറക്കുന്നത് നോവ 4 ആണെന്നാണ് കേൾക്കുന്നത്. അതും ഈ പറയുന്ന ഓ ഡിസ്പ്ലേയുമായിട്ട് കിരൺ 980 ആയിരിക്കും അതിൻ്റെ പ്രൊസസർ എന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും കേട്ടില്ല. റൂമേഴ്സ് ധാരാളം കേൾക്കുന്നുണ്ട്. എങ്കിലും ഏകദേശം ധാരണയായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നോവ 4ഉം A8s തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏതായിരിക്കും വിജയിക്കുക? ഇത്തരം ട്രിക്കുകൾ കൊണ്ട് സാംസങ്ങിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് നേരത്തെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് വാവയ്ക്ക് സാംസങ്ങിന് മുകളിലേക്ക് വരാൻ കഴിയുന്നു. ഞാൻ കൺഫ്യൂഷനിലാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സാധിക്കുമോ വാവയെ കൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ഉദ്ദേശം സാംസങ് ഇറക്കാൻ പോകുന്ന പുതിയ ഡിസ്പ്ലേ ടെക്നോളജികളെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക. ഒപ്പം തന്നെ വരാൻ പോകുന്ന A8s എന്ന ഫോണിനെയും നൈസായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തുക. ഒപ്പം തന്നെ നോവ 4 ഈ ഓ ഡിസ്പ്ലേ ടെക്നോളജിയുമായിട്ട് വാവെ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, കോമ്പറ്റീഷൻ്റെ ലെവലിൽ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതായിരുന്നു. കാര്യങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.